നമുക്കിനി കുറച്ച് തഞ്ചാവൂരിനെ കുറിച്ച് പറഞ്ഞാലോ. ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഇത്. കാവേരി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ നെല്ലറ എന്നാണ് ഇതറിയപ്പെടുന്നത്. കാരണം കിലോമീറ്ററോളം ദൂരത്തിൽ നെല്ലറ ഉണ്ടായിരുന്നു. നല്ല പച്ച പട്ട് വിരിച്ച പോലെയുള്ള നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. നെൽകൃഷിയാണ് അവിടെ കൂടുതലും ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം, അതിനെക്കുറിച്ച് കുറേയൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്നാലും അതിനകത്ത് നമ്മൾ കുറച്ച് ചരിത്രപ്രധാനമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി ഞാനൊന്ന് പറഞ്ഞിട്ടേക്കാം അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇനി പോകുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ അറിഞ്ഞിട്ട് കാണുന്നതിൻ്റെ ഒരു രസവും ഭംഗിയൊക്കെ ഒന്ന് വേറെ തന്നെയല്ലേ. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം ചോള രാജാവായ രാജരാജ ചോളൻ 1010 പണിതത്. ഇത് തമിഴ്നാടിൻ്റെ നിലവറ എന്നറിയപ്പെടുന്നു. അത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ. ഇത് ശൈവക്ഷേത്രം, യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം, കല, ശില്പം, വാസ്തുവിദ്യ എന്നിവയുടെ അത്യുച്ചോദാഹരണമാണ്. മാർക്കോപോളോയുടെ ചിത്രം ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ചുവരുകളിൽ വ്യത്യസ്ത രൂപത്തിലുള്ള മനുഷ്യരൂപം കാണാം. അതിൽ വിദേശീയ വേഷം, താടിയും നീളവുമുള്ള വസ്ത്രം, ഇന്ത്യൻ രൂപങ്ങളോട് പൊരുത്തമില്ലാത്ത മുഖഭാവം ഉള്ള ഈ ശില്പത്തെ മാർക്കോപോളോ എന്ന് വിളിക്കുന്നു. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഈ ആരാണ് മാർക്കോപോളോ എന്ന്. മാർക്കോപോളോ എന്നത് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ യാത്രികനാണ്. അദ്ദേഹം ഇന്ത്യയിലും ഏഷ്യയിലും സഞ്ചരിച്ചിരുന്നു. ഇന്ത്യൻ തുറമുഖങ്ങളെക്കുറിച്ചും രാജവംശങ്ങളെക്കുറിച്ചും അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് വിദേശികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഈ ശില്പത്തെ ഇങ്ങനെ വിളിക്കുന്നത്. എല്ലാ മതങ്ങളെയും ആഗിരണം ചെയ്യുന്നു എന്നതാണ് ഇതിനർത്ഥം. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് മുന്നിൽ ജാതിയും മതവും ദേശവും ഭാഷയും വസ്ത്രവും ഒന്നും ഇല്ല എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.